ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി എന്നാണ് റിപ്പോർട്ട്. ശനിദോഷം അകറ്റാനെന്ന പേരിൽ ചില ഭാഗങ്ങൾ പലർക്കായി വിറ്റു. ഇതുൾപ്പെടെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24 പുറത്തുവിട്ടു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം കമ്മീഷണർ നൽകിയ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഗൂഢസംഘം ഉരുക്കിയെന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഉരുക്കിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇവയാണ്. നവീകരണത്തിനായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് കട്ടളകളിലെ 7 പാളിയും 21 പാളി ദ്വാരപാലകരെയുമാണ്. ആകെയുണ്ടായിരുന്ന സ്വർണം 989 ഗ്രാം. ദ്വാരപാലകരിൽ 394 ഗ്രാം സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. 106 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് സർവീസ് ചാർജായി എടുത്തു. 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു. കട്ടളയിലെ 7 പാളികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയത് മറ്റൊരു സ്പോൺസറെ ഉപയോഗിച്ചാണെന്നും ഉറപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ടായിരുന്ന സ്വർണത്തിൽ കുറച്ച് മറച്ചുവിറ്റുവെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തിരുത്തിയെന്നും കണ്ടെത്തി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് ഉത്തരവ്. ഈ ഉത്തരവ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തി. 2019 ജൂലൈ 19, 20 തീയതികളിലായി ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടുവെന്നായിരുന്നു മഹസർ രേഖ. ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ്. അനന്തസുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവരാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി ഒപ്പിട്ടതും ഇവർ തന്നെയാണ്. ശബരിമലയിൽ മറ്റൊരു അഴിമതി നടന്നെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന രേഖ വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ പാത്രങ്ങൾ വാങ്ങിയിട്ടില്ലെന്നും ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഇക്കാര്യം വന്നേക്കും. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.